എല്ലാവർക്കും നമസ്കാരം. ആരിഫിൻ്റെ ചാനലിൽ ഒരു ഉസ്താദ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, മറ്റേ ലിയാക്കത്തിനെ വെല്ലുവിളിച്ചിട്ട് 5 ലക്ഷം കൊണ്ടുകൊടുത്ത ഒരു ബിരുദനാണ്. അപ്പോൾ മൂപ്പര് വിളിച്ചിട്ട് ഇടയ്ക്ക് ആ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു. അത് ആരിഫ് ചോദിച്ചതിൻ്റെ പ്രതികരണമായിട്ടായിരിക്കും. ഈ മുത്തിൻ്റെ വിവാഹമോചനങ്ങൾ. അപ്പോൾ അതിനകത്ത് ആരിഫ് കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞു, ഇവരൊക്കെ വിവാഹമോചനം ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കാരണം കൊണ്ടെന്നൊക്കെ. ആ സമയത്ത് ഇയാൾ അതൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇയാൾക്ക് അറിയാത്തതാണോ, അല്ലെങ്കിൽ പൊതുവിശ്വാസികൾക്ക് അറിയാത്തതാണോ, അതോ ഇനി അവരെ അറിഞ്ഞിട്ടും അഭിനയിക്കുകയാണെന്നറിയില്ല. ഈ പറഞ്ഞ കഥകളൊന്നും കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിവോഴ്സ് ഇവരുടെ മതത്തിൽ നടന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് മുത്തിൻ്റെ കാര്യത്തിൽ. അത് ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. മുത്ത് ഹഫ്സയെ വിവാഹമോചനം ചെയ്തു, എന്നാൽ പിന്നീട് അവളെ വീണ്ടും തിരിച്ചെടുത്തു. അപ്പോൾ ഹഫ്സ എന്ന് പറഞ്ഞിട്ടുള്ള ഉമറിൻ്റെ മോളുമായിട്ടുള്ള ഡിവോഴ്സാണ് ഒരു പക്ഷേ ആരിഫ് പോലും അവിടെ മെൻഷൻ ചെയ്യാതെ പോയത്. അത് പ്രസക്തമാകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ആരിഫ് അവിടെ പറഞ്ഞ 2 കഥ, അത് ശരിക്കും 2 കഥയാണ്. നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അമ്ര എന്ന് പറഞ്ഞ പെണ്ണ് കുഷ്ഠം മൂലം ഒഴിവാക്കി. അതേപോലെ ഈ ആലിയ എന്ന പേരിലുള്ള മറ്റൊരു പെണ്ണ്, അവരെ ഒഴിവാക്കിയത് ആണ് ശരിക്കും തുണി അഴിച്ചപ്പോൾ എന്തോ മറുകുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒഴിവാക്കിയത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിൽ എതിർപ്പൊന്നുമില്ല. അപ്പോൾ സൗന്ദര്യം മൂലമോ മറ്റ് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ രോഗം കൊണ്ടൊക്കെ ഒഴിവാക്കുന്നതിന് അത് ആ ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും, ഇപ്പോൾ 2 കൂട്ടരുടെ ആണെങ്കിലും അവരുടെ അവകാശമാണ്. അങ്ങനെ തന്നെയാണ് മനുഷ്യന്മാർ പൊതുവിൽ ചെയ്യാറ്. പക്ഷേ ഒരു സാധാരണ മനുഷ്യനല്ല മുത്ത്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കാരണം മൂപ്പർക്ക് ദൈവത്തോട് പറഞ്ഞിട്ട് ഇവരുടെ ഈ ഒരു ഡിഫക്ട്സ് ഒക്കെ അവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹം ഇവരെ ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. പിന്നെ കെട്ടി സംരക്ഷണമാണ് പ്രധാന ജോലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. പോട്ടെ, ഇതൊക്കെ നമുക്ക് സഹിക്കാം, ഇതൊക്കെ അവരെ ഒഴിവാക്കി വിട്ടു എന്ന് പറയാമല്ലോ. പക്ഷേ ഹഫ്സയോട് ചെയ്തത് ഇതിലപ്പുറമാണ്. കാരണം ഹഫ്സയെ ഒഴിവാക്കി തിരിച്ചെടുത്തു എന്ന് പറയുമ്പോൾ വിശ്വാസികൾ പറയും, ഒഴിവാക്കി തിരിച്ചെടുത്തില്ലേ, അത് പോരെ എന്ന് ചോദിക്കുന്ന വിശ്വാസികളോട് ഞാൻ പറയുന്നു, ഹഫ്സ എന്തിനാ ഒഴിവാക്കിയതെന്ന് നിങ്ങൾ അന്വേഷിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുക. എന്ത്, ആ മറ്റ് സ്ത്രീകളോട് ചെയ്തതിനേക്കാൾ ക്രൂരമായൊരു നടപടിയാണ് ഹഫ്സയോട് ചെയ്തത്. അതെങ്ങനെയെന്ന് ഞാൻ പറയാം. ഇതിൻ്റെ വിശദാംശങ്ങളായിട്ട് മുത്തിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ മുത്തിനെ ന്യായീകരിക്കുന്ന വെബ്സൈറ്റുകൾ തന്നെ ആ ഒരു കഥ പറയുന്നുണ്ട്. പണ്ട് ആരിഫിൻ്റെ ചാനലിലൊക്കെ ഇത് വളരെ സജീവമായിട്ട് ഒരു ഉസ്താദിൻ്റെ കോട്ടൊക്കെ എടുത്ത് അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. നമുക്കൊക്കെ പരിചയമുള്ള, ഇന്ന് പൊതു മണ്ഡലത്തിൽ ഉള്ള ഒരു വിശ്വാസിയായ ഒരു പണ്ഡിതൻ്റെ വീഡിയോ ക്ലിപ്പ് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് കറങ്ങി നടപ്പുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കഥയാണ് നമ്മുടെ മാരിയ എന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വിഷയം. അപ്പോൾ ഒരു രാജാവിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം കിട്ടിയ ആ പെണ്ണിനെ മുത്ത് സൈഡ് ഡിഷായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹഫ്സ എന്ന് പറഞ്ഞിട്ടുള്ള ഭാര്യയുടെ ഊഴം ഒരുപാടുണ്ടല്ലോ, ഓരോരുത്തർക്ക് ഊഴം കൊടുത്താലേ മാസത്തിൽ ഇത്ര ദിവസം അങ്ങനെയൊക്കെ കണക്കൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിലേ അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം കൃത്യമാവുള്ളൂ. എല്ലാവർക്കും കൃത്യമായിട്ട് വീതിച്ചു കൊടുക്കണം എന്നാണല്ലോ നമ്മുടെ മതം പറയും. അല്ലെങ്കിൽ നീതി പുലർത്താനാവില്ല എന്നാണ്. നീതി പുലർത്താനാവില്ല എന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ പിന്നെ നിങ്ങൾ കെട്ടരുത് എന്നാണ്. വല്ലാത്ത നീതിയാണ് അത്. നിങ്ങൾക്ക് നിന്ന് മനസ്സിലാവും എന്താണ് ആ നീതി എന്നുള്ളത്. അപ്പോൾ ഹഫ്സ ഈ പറഞ്ഞ മുത്തും ഈ പെണ്ണുമായിട്ടുള്ള ബന്ധം അവളുടെ വിരിപ്പിൽ, ഹഫ്സയുടെ വിരിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കണ്ടു. അതിന് പുറകിൽ ഹഫ്സയെ എങ്ങോട്ടോ പറഞ്ഞയച്ചു എന്നൊക്കെയുള്ള കഥയുണ്ട്. പോട്ടെ, ഇങ്ങനെ ഹഫ്സയുടെ ബെഡിലിട്ട് മറ്റൊരു പീസുമായിട്ട് മിണ്ടിയും പറഞ്ഞു വിത്തിൻ ഇൻവെർട്ടർ കോമ. ഓക്കെ, അപ്പോൾ ഹഫ്സ ഇത് കണ്ടിട്ട് ദേഷ്യപ്പെട്ടു. ഭാര്യയാണല്ലോ. ശേഷം ഹഫ്സ പോയിട്ട് ആയിഷയോട് പറഞ്ഞു, ഇതാണ് മുത്ത് ഈ ഹഫ്സയെ ഒഴിവാക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. കാരണം ഇതൊരു രഹസ്യമായിരുന്നു അവർ തമ്മിലുള്ള. ഇവളിത് കണ്ടു, ഇവൾക്ക് ഭയങ്കര ദേഷ്യമായി. ഇവൾ ആയിഷയോട് പോയി പറഞ്ഞു. ആയിഷ മുത്തിൻ്റെ ഫേവററ്റാണ്. അത് ഇദ്ദേഹത്തിന് സഹിച്ചില്ല. അത് കാരണം ഒരു ശിക്ഷ എന്ന നിലയിലാണ് നമ്മുടെ മുത്ത് ഈ പറഞ്ഞ ഹഫ്സയെ ഒഴിവാക്കുന്നത്. ഇതിലെ നീതികേട് നിങ്ങളൊന്ന് പരിശോധിക്കാം. കാരണം ഈ മറ്റേ പെണ്ണ് അവളുമായിട്ടുള്ള ഈ രമിക്കൽ
അതും തൻ്റെ വസതിയിൽ തൻ്റെ മാട്രസിൽ നടക്കുന്നത് എതിർത്തതാണ് ഹഫ്സ ചെയ്ത തെറ്റ്. ഒപ്പം തന്നെ മുത്തിൻ്റെ ഈ രഹസ്യം ആയിഷയെ പോലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോട് പോയി പറഞ്ഞത്. ഇതിന് ശേഷം പിന്നെ ഹഫ്സ ഭയങ്കരമായിട്ട് പശ്ചാത്തപിച്ചു. വേറെ വഴിയില്ലല്ലോ, മുത്തിൻ്റെ ഭാര്യ ആയതുകൊണ്ടും പിന്നെ ഉമറിൻ്റെ മോളായതുകൊണ്ടും വേറെ വഴികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ടത്. ആ സ്ത്രീ അല്ലാത്തൊരാളെ ആ സ്ത്രീയുടെ റൂമിലിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന മുത്ത് ഇത് ചെയ്യുന്നത് കണ്ടതാണ് ആ സ്ത്രീ ചെയ്ത തെറ്റ്. അതിൻ്റെ പേരിലാണ് മുത്ത് അവളെ ശിക്ഷിക്കുന്നത്. ഇതിൽ ശരിക്കും ഇര ആരാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ വിവാഹമോചനത്തിൻ്റെ ഒരു പ്രത്യേകത. മറ്റ് 2 കേസിലും ഒരുപക്ഷെ സൗന്ദര്യമോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ പിന്നെ നമുക്ക് കയറിപ്പോയാൽ വേണമെങ്കിൽ ന്യായീകരിക്കാം. അതുകൊണ്ട് മനുഷ്യരല്ലേ അങ്ങനെയൊക്കെ ചെയ്തു പോവില്ലേ, മുത്തൊരു സാധാരണ മനുഷ്യനായിരുന്നു. നമ്മുടെ അക്ബർ പറഞ്ഞ പോലെ ഒരു സാധാരണ അറബി പയ്യൻ. അറബി പയ്യൻ്റെ വിക്രസുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ കോമഡിയാണ്. പോട്ടെ. അപ്പോൾ ഹഫ്സയുമായിട്ടുള്ള ഈ ബന്ധം വിച്ഛേദിച്ചതിൻ്റെ കാരണം ഹഫ്സ തന്നെ ഒരുപക്ഷെ ഇരയായ ഒരു കാര്യത്തിൻ്റെ പേരിലാണെന്നുള്ളതാണ് ഇതിൽ അത്ഭുതം. അപ്പോൾ ഇത് എല്ലാവരും ഓർത്തു വെക്കുക. പൊതുവിൽ വിശ്വാസികൾ ഈ കഥ അവർക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. ആ ഉസ്താദ് അവിടെ പറഞ്ഞില്ല, ഇനി ഉസ്താദ് വേണം എന്ന് വെച്ച് പറയാത്തതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് സംബന്ധിച്ച മറ്റ് റെഫറൻസുകളൊക്കെ ആവശ്യമുള്ളവർക്ക് കമൻറ്റിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലോ മെസ്സേജ് അയച്ചാൽ തരാം. ഏത് ആലിയ അമ്ര എന്ന് പറഞ്ഞ 2 സ്ത്രീകളുടെ കഥയാണ്. ഇത് വിശ്വാസികളുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ അതിൻ്റെ ലിങ്കും PDF ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അതിൽ റെഫറൻസ് ഇല്ലേ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതും ഞാൻ തരാം. ആ ഒരു കോളിൽ ഭയങ്കര ആത്മവിശ്വാസത്തോടെയാണ് നമ്മുടെ ഉസ്താദ് പറയുന്നത്. നമ്മൾ സാധാരണക്കാരൊക്കെ ആണെങ്കിൽ വിവാഹമോചനങ്ങളൊക്കെ നടക്കും, പക്ഷെ മറ്റേ പുള്ളി അങ്ങനെയല്ല. അയാൾ ഭയങ്കര സംഭവമാണ്, അയാൾ എല്ലാ ആളുകളോട് നീതി പുലർത്തുന്നതാണ്, അതുകൊണ്ട് മുന്നോട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ അയാൾ ശരിക്കും ഈ ഒരു കഥയെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഒപ്പം തന്നെ വിശ്വാസികളൊക്കെ പലരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പല സൈറ്റുകളിലും ഈ കാക്കാമാർ പോയി ചോദിക്കുന്നുണ്ട്, നമ്മുടെ നബി ഇങ്ങനെയൊക്കെ ചെയ്യൂ, നമ്മൾ ഇങ്ങനെയൊന്നുമല്ല മൂപ്പരെക്കുറിച്ച് കരുതിയത്, മൂപ്പര് മഹാനല്ലേ, മൂപ്പര് എല്ലാവരോടും നീതി പുലർത്തുന്ന ആളല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവിടെ അതിന് ന്യായീകരണം എന്നോണം പറയുന്നിടത്ത് പോലും ഇത്തരം വിഷയങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഹഫ്സയുടെ കാര്യം. അപ്പോൾ ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. ഇതിൻ്റെ റെഫറൻസും മറ്റും കാര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് കമൻറ്റിൽ ചോദിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ ബന്ധപ്പെടാം. ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. ഓക്കെ, നമസ്കാരം.